എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ജീവിതത്തിലെ നിൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം. യാത്ര വേണം, യാത്ര പോകണം, യാത്ര പോയേ മതിയാവൂ. പക്ഷെ ആവശ്യമായ സമ്പത്തില്ല. അതിന് നമുക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല, അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല, ഫുഡില്ല, പലതരത്തിൽ ആരെ ആശ്രയിക്കുമെന്ന് അറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താവിന് തിരുസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആ ആകുലത മാറിയിരിക്കും. 71 മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട്, ജോലി, വിവാഹം, സമാധാനം, വഴി, വെളിച്ചം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല, പഠിച്ചിട്ട് കയറുന്നില്ല, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക്, അങ്ങനെ എല്ലാ തരത്തിലും സമം നഷ്ടപ്പെട്ടവർ കർത്താവെ